Okay, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തത്. അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡാറ്റ ഉണ്ടാവും. പലപ്പോഴും ഡാറ്റകൾ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡാറ്റ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ട ഒരു ഉപാധിയാണ് നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻ്റർവെല്ലുകളായിട്ട് ക്ലാസ്സുകളായിട്ടൊക്കെ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പറയാറുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ടേംസ്, അപ്പർ ക്ലാസ് ലിമിറ്റ്, ലോവർ ക്ലാസ് ലിമിറ്റ്, ബൗണ്ടറീസ്, ക്ലാസ് ബൗണ്ടറി, അതേപോലെ ക്ലാസ് വിഡ്ത്ത്, ഇങ്ങനെയുള്ള കുറേ ടേമുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതെല്ലാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഐഡിയകളാണ്, അല്ലെങ്കിൽ ടേംസ് ആണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി ടേബിൾ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഡാറ്റയെ ഒതുക്കി വെക്കാനുള്ള ഒരു ഉപാധിയാണ്. പക്ഷേ അതിൽ നിന്ന് ഡാറ്റയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമുക്കതിന് ഒറ്റ നോട്ടത്തിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ അടുത്ത് ചിന്തിക്കുന്നത് ഇതിന്ന് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിളിനെ ഒരു ഗ്രാഫിക്കൽ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ, എപ്പോഴും ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഫിഗേഴ്സിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ റോഡ് ചിഹ്നങ്ങളൊക്കെ നമുക്ക് എഴുതി വയ്ക്കുകയല്ല ചെയ്യുക. ഇപ്പോൾ ഹമ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹമ്പിൻ്റെ ചിത്രമാണ് അവിടെ വെച്ചിട്ടുണ്ടാവുക. ഹമ്പ് എന്നുള്ള പലപ്പോഴും ഹമ്പ് ഹെഡ് എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഹമ്പിൻ്റെ ഒരു ചിത്രവും ഉണ്ടാവും. ഇനി വളവാണെങ്കിൽ കർവ് എന്നുള്ള എല്ലാം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ വളവിൻ്റെ എസ് ഷേപ്പിലുള്ളതാണെങ്കിലും സി ഷേപ്പിലുള്ളതാണെങ്കിലും ഒക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് എങ്ങനെ ഗ്രാഫുകളിലേക്ക് ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാഫും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുകളും തമ്മിൽ എന്താണ് റിലേഷൻ, അല്ലെങ്കിൽ ഡാറ്റയെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഗ്രാഫിക്കലി ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ഗ്രാഫിക്കലി കാണിച്ചിട്ട് ഡാറ്റയെ എങ്ങനെ കൂടുതൽ മനസ്സിലാക്കാം, അതിൻ്റെ 2-3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ മൂന്ന് നാല് ഡെഫിനിഷൻസ് ആണ്. അത് വെച്ചിട്ട് ഒരേ ഒരു പ്രോബ്ലം മാത്രമേ എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ പറയുന്നത്ര എളുപ്പമല്ല. ഇത് മുഴുവൻ എഴുതി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇത് ചിത്രം വരയാനും ഒക്കെ ആയിട്ട് സമയങ്ങൾ ഒരുപാട് എടുക്കും. കമ്പ്യൂട്ടറിൽ അത് മുഴുവൻ കാണിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും. ഇവിടേക്ക് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിലൊക്കെ അതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പ്രോബ്ലംസ് ഒന്നും ചെയ്യുന്നില്ല. ഒരു സാമ്പിൾ പ്രോബ്ലം ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള ഇത് വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ അല്ലാത്തൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാം. അതിൽ നിന്ന് പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ളത് ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ ഗ്രാഫിക്കലി കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ കുറച്ച് ടേംസ് ആണ്. ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം, റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗോൺ, ഒജാവ്, ഈ 4 ഡെഫിനിഷൻസ്. എളുപ്പമുള്ളതാണ്. ഡെഫിനിഷൻ പറഞ്ഞാലല്ല കൂടുതൽ മനസ്സിലാകുക, പ്രോബ്ലത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിലും ഡെഫിനിഷൻ പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഡെഫിനിഷൻ പറയുകയാണ്. ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം ആ ഫ്രീക്വൻസി ടേബിളിനെ ഗ്രാഫിക്കലി ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം. എ ബാർ ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം എന്നാണ് പറയുന്നത്. എ ബാർ ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ. അതൊരു ഗ്രാഫാണ്. അത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഡാറ്റയുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വെയർ ഹൊറിസോണ്ടൽ സ്കെയിൽ മെഷേഴ്സ് ഡാറ്റ വാല്യൂസ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ സ്കെയിലാണ്. ഹൊറിസോണ്ടൽ സ്കെയിൽ മെഷേഴ്സ് ഡാറ്റ വാല്യൂസ് ആൻഡ് വെർട്ടിക്കൽ സ്കെയിൽ ഗീവ്സ് ദ ഫ്രീക്വൻസീസ്. ഹൊറിസോണ്ടൽ സ്കെയിൽ മെഷേഴ്സ് ദ ഡാറ്റ വാല്യൂസ് ആൻഡ് ഹൊറിസോണ്ടൽ സ്കെയിൽ മെഷേഴ്സ് ദ ഫ്രീക്വൻസീസ്. The consecutive bars must touch each other. Bars are drawn such that they begin and end the class boundaries. അപ്പോൾ ഈ ഫിഗർ ഏതാണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ കാണുന്നതിനെയാണ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. അതായത് അവിടെ ഹൊറിസോണ്ടലി നമ്മൾ എന്താ പറയുന്നത്? ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ ഇതാണ്, ഇത് വെർട്ടിക്കലിയാണ്. ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ സ്കെയിൽ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഡാറ്റ വാല്യൂസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡാറ്റ വാല്യൂസ്. വെർട്ടിക്കൽ സ്കെയിൽ എന്തിനാണ്? ഫ്രീക്വൻസീസ്. എത്ര എണ്ണമുണ്ട്, ഇത്ര സ്കെയിലിൽ വരുന്ന എത്ര എണ്ണമുണ്ട്, 5 ഹൈറ്റ് വരുന്ന എത്ര, അല്ലെങ്കിൽ 5 കിലോ ഭാരം വരുന്ന എത്ര സാധനങ്ങളുണ്ട്, എത്ര ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ അത്. അപ്പോൾ ഹൊറിസോണ്ടൽ പറയുന്നത് ഡാറ്റ വാല്യൂയും വെർട്ടിക്കൽ പറയുന്നത് ഫ്രീക്വൻസിയുമാണ്. ആ ഡാറ്റ വാല്യൂവിൽ വരുന്ന എത്ര എലമെൻറ്റുകളുണ്ട്, എത്ര ഒബ്ജക്റ്റുകളുണ്ട്, അതാണ്. അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന ബാർ ഗ്രാഫിനെയാണ്, ബാർ
ഗ്രാഫ് അല്ലെങ്കിൽ ആ ബാറുകൾ പറഞ്ഞിട്ടുണ്ട്. ബാർസ് ആർ ഡ്രോൺ സച്ച് ദാറ്റ് ദേ ബിഗിൻ ആൻഡ് എൻഡ് അറ്റ് ക്ലാസ് ബൗണ്ടറീസ്. ക്ലാസ് ബൗണ്ടറി വെച്ചിട്ടാണ് ബാറുകൾ ഫോം ചെയ്യുന്നത്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. മാത്രമല്ല ദ കോൺസിക്യൂട്ടീവ് ബാർസ് മസ്റ്റ് ടച്ച് ഈച്ച് അതർ. ഇത് ഇവിടുത്തെ പോലെ ബാറുകൾ അടുപ്പിച്ചായിരിക്കണം. ക്ലാസ് അത് അങ്ങനെ അടുപ്പിച്ച് വരാൻ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ് ബൗണ്ടറി വെച്ചിട്ട് നമ്മൾ ബാറുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം. അടുത്ത് പറയുന്നത് റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം എന്നുള്ളതാണ്. റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം. അപ്പോൾ ഈ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാമിൽ വെർട്ടിക്കൽ ആക്സിസിൽ ഫ്രീക്വൻസി ആയിരുന്നു, ഹൊറിസോണ്ടൽ ആക്സിസിൽ എന്തായിരുന്നു, ക്ലാസ് വാല്യൂസ് ആയിരുന്നു. ഇതാണ് ക്ലാസ് വാല്യൂസ്, ഇതാണ് ഫ്രീക്വൻസീസ്. റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാമിൽ അടിഭാഗത്തിന് വ്യത്യാസം ഉണ്ടാവില്ല, ക്ലാസ് വാല്യൂസ് തന്നെയാണ്. പക്ഷേ വെർട്ടിക്കൽ സംഭവത്തിൽ റിലേറ്റീവ് ഫ്രീക്വൻസി എന്താണ് എന്നുള്ളതാണ് പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്താണ് റിലേറ്റീവ് ഫ്രീക്വൻസി? എഫ് ബൈ എൻ ആണ്. റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് റിലേറ്റീവ് ഫ്രീക്വൻസി ഈസ് എഫ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് ടോട്ടൽ എൻട്രീസ്, ടോട്ടൽ ഒബ്ജക്ട്സ്, ടോട്ടൽ ഒബ്സർവേഷൻസ്. എഫ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്ലാസ്സിലുള്ള ഫ്രീക്വൻസിയാണ്. അപ്പോൾ എഫ് ബൈ എൻ. അപ്പോൾ ഈ ഭാഗത്ത് വരുന്നത് എന്തായിരിക്കും? ഫ്രീക്വൻസിക്ക് പകരം റിലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും ഈ ഭാഗത്ത് വരുന്നത്. ഏത് റെപ്രസെൻറ്റേഷനിൽ? റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം എന്നുള്ളതിൽ ഹൊറിസോണ്ടലി ഡാറ്റ വാല്യൂസ് വരും. വെർട്ടിക്കലി ഡാറ്റ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആൾക്കാരുടെ തൂക്കത്തിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കിലോ തൂക്കം വരുന്ന എത്ര ആൾക്കാരുണ്ട്, 20 കിലോ തൂക്കം വരുന്ന എത്ര ആൾക്കാരുണ്ട്, അങ്ങനെ ആ 10 കിലോ 20 കിലോ എന്നൊക്കെ പറയുന്നതാണ് ഡാറ്റ വാല്യൂ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10 കിലോ തൂക്കമുള്ള 25 പേരുണ്ട്, 10 കിലോ തൂക്കമുള്ള 25 പേരുണ്ട്. അപ്പോൾ അത് ഫ്രീക്വൻസി. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഇവിടെ റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാമിൽ ഫ്രീക്വൻസിക്ക് പകരം എന്തായിരിക്കും? റിലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും വരുന്നത്. ജസ്റ്റ് ഡെഫിനേഷൻ പറഞ്ഞാൽ അത്ര ക്ലാരിറ്റി കിട്ടില്ല, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അതിന് 2 ഡെഫിനേഷൻ കൂടി. ഫ്രീക്വൻസി പോളിഗോൺ ഡെഫിനേഷൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ലൈൻ ഗ്രാഫ്. ഫ്രീക്വൻസി പോളിഗോൺ ഇസ് എ ലൈൻ ഗ്രാഫ് ദാറ്റ് emphasizes continuous change in frequencies. It is obtained from frequency histogram by joining the midpoints of the bars. എങ്ങനെയാണെന്നുള്ളതിൽ ഞാൻ പറഞ്ഞ ടെക്സ്റ്റിലുള്ള ഡെഫിനേഷൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒന്നും കൂടെ ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റിൽ ഇത് മാത്രമേ ഉള്ളൂ. ലൈൻ ഗ്രാഫ് ദാറ്റ് emphasizes continuous change in frequencies. ഇത് മാത്രമേ ടെക്സ്റ്റിലുള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. It is obtained from the frequency histogram. Frequency histogram by joining the midpoints of the bars. Frequency histogram ഇങ്ങനെയായിരിക്കും വരിക. കുറേ ബാറുകൾ ഉണ്ടാവും. ആ ബാറുകളിലേക്ക് മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഫ്രീക്വൻസി പോളിഗോൺ കിട്ടുന്നു. അപ്പോൾ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം, റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗോൺ. ഒന്നുകൂടിയുണ്ട്, ഒജായ് എന്ന് പറയുന്ന സാധനം. ഒജായ്, എ ലൈൻ ഗ്രാഫ് ഒബ്റ്റെയിൻഡ് ബൈ മാർക്കിംഗ് ദ അപ്പർ ക്ലാസ് ബൗണ്ടറീസ് ഇൻ ദ ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ഇൻ ദ വെർട്ടിക്കൽ ആക്സിസ്. ഇങ്ങനെ കിട്ടുന്നത് തന്നെയാണ് ഒജായ് എന്ന് പറയുന്നത്. ഓർക്കുക, ഒജായ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് വെർട്ടിക്കൽ ആക്സിസിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാർക്ക് ചെയ്യുക, വെർട്ടിക്കൽ ആക്സിസിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാർക്ക് ചെയ്യുക, ഹൊറിസോണ്ടൽ ആക്സിസിലെ അപ്പർ ക്ലാസ് ബൗണ്ടറീസ്. അപ്പർ ക്ലാസ് ബൗണ്ടറി എന്നാണല്ലോ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുന്നത്തെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇത് വരിക. അപ്പോൾ ഒജായ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? ആക്സിസ്, എക്സ് ആക്സിസ് വൈ ആക്സിസ് പ്ലോട്ട് ചെയ്യുക. അതിൽ വൈ ആക്സിസ്, അതായത് വെർട്ടിക്കൽ ആക്സിസിലെ ഈ ആക്സിസിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും എക്സ് ആക്സിസിലെ ഹൊറിസോണ്ടൽ ആക്സിസിലെ അപ്പർ ക്ലാസ് ബൗണ്ടറീസും എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന കർവിനെയാണ് ഒജായ് എന്ന് പറയുന്നത്. അപ്പോൾ 4 കാര്യങ്ങളായി: ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം, റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗോൺ ആൻഡ് ഒജായ്, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ് എന്നും പറയും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ നീട്ടി ദീർഘിപ്പിച്ച് പറഞ്ഞ് കൊള്ളാക്കുന്നില്ല. നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Now, construct a frequency histogram, a frequency polygon, a relative frequency histogram and ogive for the below data set by constructing a frequency table with 5 classes. അപ്പോൾ ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള ഡാറ്റാ സെറ്റ്. ഈ കാണുന്നതാണ്, ഈ തന്നിട്ടുള്ളതാണ് നമ്മുടെ ഡാറ്റാ സെറ്റ്. അത് എന്താ ചെയ്യേണ്ടത്? അതിൽ ആദ്യം അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാണ്? ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം, ഈ കാണുന്നതൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം, റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം, പിന്നെ ഫ്രീക്വൻസി പോളിഗോൺ, പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഒജായ്. എങ്ങനെ കണ്ടുപിടിക്കണം? അതിനുള്ള ഉപാധിയാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ബൈ കൺസ്ട്രക്ടിങ് എ ഫ്രീക്വൻസി ടേബിൾ. ഡാറ്റ അങ്ങ് തരുമ്പോഴേക്കും നമുക്ക് ഇതൊന്നും കിട്ടില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്ത് വേണം? ഈ ഡാറ്റയിൽ നിന്ന് ഒരു ഫ്രീക്വൻസി ടേബിള് കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. മിക്ക പ്രോബ്ലങ്ങളും നിങ്ങൾക്ക് ആ ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ റോ ഡാറ്റ ആയിക്കൊള്ളുന്നില്ല തന്നിട്ടുള്ളത്. അത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നേരിട്ട് ഫ്രീക്വൻസി ടേബിൾ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇത് പ്ലോട്ട് ചെയ്യാനായിരിക്കും ഒരു പക്ഷേ ചോദിക്കുക. പക്ഷേ അതല്ലാത്ത പക്ഷവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. അതായത് ഡാറ്റാ സെറ്റിൽ നിന്ന് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രീക്വൻസി ടേബിൾ എത്ര ക്ലാസ് വേണം? 5 ക്ലാസ്സസ്, 5 ക്ലാസ് ഉള്ള ഒരു ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 ക്ലാസ്സസ്.
5 ക്ലാസ്സുകളുള്ള ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് പ്രൊസീജിയർ ഉണ്ട്. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചാൽ മതി. വായിച്ചു നോക്കിയാലും മനസ്സിലാവും, ശ്രദ്ധിച്ചാൽ ഒന്നും കൂടെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ തന്നിട്ടുള്ള ഡാറ്റാ സെറ്റ്. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഫ്രീക്വൻസി ടേബിൾ, ഈ തന്നിട്ടുള്ള ഡാറ്റയെ ഫ്രീക്വൻസി ടേബിളിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് എത്ര ക്ലാസ്സുകളാണെന്നുള്ളത് നോക്കുക. എത്ര ക്ലാസ്? നമ്പർ ഓഫ് ക്ലാസ്സസ് പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലത്തിൽ. 5 ക്ലാസ് വേണം. ഓക്കെ, നമ്പർ ഓഫ് ക്ലാസ്സസ് ടു ബി ഫോംഡ് 5 തന്നിട്ടുള്ളതാണ്. പിന്നെ കണ്ടുപിടിക്കേണ്ടത് റേഞ്ചാണ്. റേഞ്ചിൻ്റെ മുന്നത്തെ ഡെഫിനിഷൻ നോക്കുക. മാക്സിമം മൈനസ് മിനിമം, മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ, അതാണ് റേഞ്ച്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഡാറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 39 ആണ്. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. നോക്കി അറിയാം, 0 ഇസ് മിനിമം വാല്യൂ, 39 ഇസ് മാക്സിമം വാല്യൂ. 39 ഇസ് മാക്സിമം വാല്യൂ. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് 30 മാക്സ് മൈനസ് മിൻ, 39 മൈനസ് 0 ദാറ്റ് ഈസ് 39. അപ്പോൾ എത്ര ക്ലാസ് വേണം? 5 ക്ലാസ്സുകളാണ് വേണ്ടത്. 5 ഭാഗമായിട്ടാണ് തിരിക്കേണ്ടത്. റേഞ്ച് എത്രയാണ്? മൊത്തം എത്ര ഡാറ്റ? വേരിയേഷൻ എങ്ങനെയാണ്? 39 മൈനസ് 0, മാക്സിമം മൈനസ് മിനിമം, അതായത് 39 മൈനസ് 0 ദാറ്റ് ഈസ് 39. ഓക്കെ, മാക്സിമം മൈനസ് മിനിമം ദാറ്റ് ഈസ് 39. നൗ ക്ലാസ് വിഡ്ത്ത് അതും കൂടെ തീരുമാനിച്ചാൽ നമുക്ക് ടേബിളിലേക്ക് കിടക്കാം. ക്ലാസ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. 39/5. 39 എന്ന് പറയുന്ന റേഞ്ചാണ്. എത്ര ക്ലാസ് വേണമെന്നാണ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്? 5 ആണ്. അപ്പോൾ 39/5 ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 8. അപ്രോക്സിമേറ്റ് ആണ്. ഓക്കെ, എക്സാക്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയാൻ ചിലപ്പോൾ സാധിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരാം. അപ്പോൾ ആദ്യം എത്ര ക്ലാസ് വേണമെന്നുള്ളത് നോക്കി, റേഞ്ച് എന്താണെന്നുള്ളത് നോക്കി. റേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സ് മൈനസ് മിൻ, 39 മൈനസ് 0 അതാണ് റേഞ്ച്. എന്നിട്ട് ഫ്രീക്വൻസി ടേബിളിൽ ക്ലാസ് വിഡ്ത്ത് അറിയണം. ക്ലാസ് വിഡ്ത്ത് അറിയണമെങ്കിൽ എന്ത് വേണം? റേഞ്ച് ഡിവൈഡഡ് ബൈ number of classes, 39 divided by 5, that is approximately 7.9 something ആണ് വരിക. that I am taking it as approximately, it is taken as 8. ഓക്കെ, അപ്പോൾ 5 ക്ലാസ് വേണം. എത്ര ക്ലാസ് വിഡ്ത്ത് എത്രയായിരിക്കണം? 8 ആയിരിക്കണം. അപ്പോൾ ഈ 2 ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ടേബിളിൽ പ്ലോട്ട് ചെയ്യാൻ സാധിക്കും, പറയാൻ സാധിക്കും. നോക്കൂ, ഇവിടെ വിഡ്ത്ത്, ഇവിടേക്ക് നോക്കുക. വിഡ്ത്ത് 8 ആണ്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വിഡ്ത്ത് 8 ആണ്. ഓരോ ക്ലാസ്സിൻ്റെയും 5 ക്ലാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്ലാസ്സിൻ്റെയും വിഡ്ത്ത് 8 ആണ്. ഡാറ്റ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 ക്ലാസ് വിഡ്ത്ത് 8 ആകുമ്പോൾ 0 + 8 ദാറ്റ് ഈസ് 8 എന്ന് വരും. പക്ഷേ 8 എടുക്കില്ല, അപ്രോക്സിമേഷൻ അല്ലേ, തൊട്ട് താഴെയുള്ളതാണ് നമ്മൾ എടുക്കുക. ഫസ്റ്റ് ക്ലാസ് വിൽ ബി 0 to 7. ക്ലാസ് വിഡ്ത്ത് 8 ആണ്. 5 ക്ലാസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ് വിഡ്ത്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തത്. 8 ആണ് ഒരു ക്ലാസിൻ്റെ വിഡ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മിനിമം ഡാറ്റ 0 ആണ് മിനിമം ഡാറ്റ വരുന്നത്. 0 ആണ് മിനിമം ഡാറ്റ വരുന്നത്. നെഗറ്റീവ് ഡാറ്റ ഇല്ല. ഞാൻ ബാക്കിലേക്ക് പോകുന്നില്ല. 0 ആണ് മിനിമം ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്തായിരിക്കും? 0 ക്ലാസ് വിഡ്ത്ത് 8 അല്ലേ, 0 to 8 ആണ് വരേണ്ടത്. പക്ഷേ 8 അല്ല നമ്മൾ എടുക്കുക, തൊട്ട് താഴെയുള്ള 7 ആണ് നമ്മൾ എടുക്കുന്നത്. 0 to 7 അതാണ് ഫസ്റ്റ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മിനിമം ഡാറ്റയുണ്ട്, അതിനോടുകൂടെ ക്ലാസ് വിഡ്ത്ത് അല്ലേ 8 ആഡ് ചെയ്യുക. 0 + 8 ടു ഇതിൻ്റെ കൂടെ ഒരു 8 ആഡ് ചെയ്യുക. 7 + 8. ആദ്യത്തെ ക്ലാസ് 0 to 7 ആണ്. ക്ലാസ് വിഡ്ത്ത് 8 ആണ്. അപ്പോൾ നമ്മൾ 0 + 8 7 + 8 അതായത് 8 to 15. 8 to 15 അതാണ് രണ്ടാമത്തെ ക്ലാസ് വരുന്നത്. 8 to 15 ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ ഫില്ല് ചെയ്യാൻ ഉള്ള സമയമാവുന്നേ ഉള്ളൂ. ആദ്യം ക്ലാസ്സുകൾ തരംതിരിച്ച് വെക്കണം. അപ്പോൾ ആദ്യം 0 to 7, പിന്നെ ഇതിൻ്റെ കൂടെ ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്തു. 0ൻ്റെ കൂടെ ക്ലാസ് വിഡ്ത്ത് ആഡ് ചെയ്യുമ്പോൾ 8 ആണ് ക്ലാസ് വിഡ്ത്ത്. 7ൻ്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ 15. അടുത്ത ക്ലാസ് എങ്ങനെയാണ് വരിക? ഈ 8ൻ്റെ കൂടെ ഒരു 8 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 16. 15ൻ്റെ കൂടെ ഒരു 8 കൂടെ ആഡ് ചെയ്യുക. 23. അപ്പോൾ 0 7 8 15. അടുത്തത് 16 to 23. വളരെ എളുപ്പമുള്ള ഒരു മെത്തേഡാണ് 16 to 23. ഇനി അടുത്ത ക്ലാസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ കൂടെ ഒരു 8 ആഡ് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഒരു 8 ആഡ് ചെയ്യുക. അപ്പം 24 to 31. 16 + 8 24 ആണ്. 23 + 8 31 ആണ്. 24 to 81. അപ്പോൾ 16 to 23, 24 to 31. അടുത്ത ക്ലാസ് കിട്ടണമെങ്കിൽ 24ൻ്റെ കൂടെ ഒരു 8 ആഡ് ചെയ്യുമ്പോൾ 32. 31ൻ്റെ കൂടെ ഒരു 8 ആഡ് ചെയ്യുമ്പോൾ 39. അപ്പോൾ 32 to 39. അപ്പോൾ 0 to 7, 8 to 15, 16 to 23, 24 to 31, 32 to 39. ഇത്രയും ക്ലാസ്സുകൾ വന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്ന് തന്നെയാണ്. ക്ലാസ് 5 എണ്ണം വേണം. ക്ലാസ് വിഡ്ത്ത് 8 ആണ്. അപ്പോൾ മിനിമത്തിൽ നിന്ന് മാക്സിമം വരെ നമ്മൾ എഴുതിപ്പോയി. അപ്പോൾ ഇതാണ്. ഇപ്പോൾ തൽക്കാലത്തിൽ ഇതൊന്നും ഇല്ലെന്ന് വിചാരിക്കുക. സപ്പോസ് ദീസ് വാല്യൂസ് ആർ നോട്ട് ദെയർ. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഈ ക്ലാസ് മാത്രമേ ഉള്ളൂ.
ഇനി നിങ്ങൾക്ക് ഈ കോളം ഫില്ല് ചെയ്യാവുന്നതാണ്. ഈ കോളം ഫില്ല് ചെയ്യണമെങ്കിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. 0 to 7 എത്ര എൻട്രീസ് ആണ് അതിലുള്ളത് നോക്കൂ, എണ്ണി നോക്കാം നമുക്ക്. 0 to 7 ടാലി മാർക്ക് ഇട്ടിട്ടാണ് ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ അത് പറയുന്നില്ല, ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്ട്രാ വരും. ഞാൻ ജസ്റ്റ് ഈ വലിയ ഡാറ്റയ്ക്ക് ടാലി മാർക്കൊക്കെ ഇടേണ്ടി വരും. നമ്മൾ 1 5 ഒരു സ്ട്രൈക്ക് ഓഫ് ചെയ്യുക, അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ല, ഇത് ചെറിയൊരു പ്രോബ്ലം ആയതുകൊണ്ട് 0 to 7 എത്ര ഡാറ്റയാണുള്ളത് നോക്കൂ. 1 2 3 4 5 6 7 8 ഡാറ്റയാണ് 0 to 7. ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്നത് 8 ഡാറ്റ. ഫ്രീക്വൻസി ഫസ്റ്റ് ക്ലാസ് 0 to 7 8 ആണ്. അടുത്ത് 8 to 15 ആണ്. ഇതിൽ നിന്ന് 8 മുതൽ 15 വരെയുള്ള എത്ര ഡാറ്റ ഉണ്ട് നോക്കൂ. അത് നിങ്ങൾക്ക് 8 തന്നെയാണ് കിട്ടുക. എണ്ണി നോക്കിയാൽ മതി. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 8. അപ്പോൾ രണ്ടാമത്തെ ഫ്രീക്വൻസി ആയി. 16 to 23 ഇത് എണ്ണി നോക്കുക. ഇതിൽ എണ്ണി നോക്കുമ്പോൾ 16 to 23 നിങ്ങൾക്ക് 3 എൻട്രീസ് ആണ് കിട്ടുന്നത്. അതേപോലെ 24 to 31 3 എൻട്രീസ് ആണ് കിട്ടുക. 32 to 39 3 എൻട്രീസ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്രീക്വൻസി ടേബിളിലെ ക്ലാസ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് ക്ലാസ് കണ്ടുപിടിച്ചു. ക്ലാസ്സിലത്തെ ഫ്രീക്വൻസി, ഓരോ ക്ലാസ്സിലും എത്ര എലമെൻറ്റുകൾ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ കോളമായി. ഇനി ഇതിൽ നിന്ന് ബാക്കിയുള്ള കോളംസ് നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കോളം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. 8 ഇവിടെ എത്തുമ്പോൾ 8 + 8 16, ഇവിടേക്ക് എത്തുമ്പോൾ 16 + 3 19, ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരണം. ഇങ്ങനെയാണല്ലോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടാൽ മതി, അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 8 ഈ ക്ലാസ്സിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 16, ഈ ക്ലാസ്സിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 16 + 3 19 22 25. അപ്പോൾ ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതേപോലെ റിലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് ഇവിടെ ഫോർമുലയുണ്ട്, F/N ആണ്. അപ്പോൾ ഇവിടെ N എന്താ വരുന്നത്? ഹിയർ N ഈസ് 25. Here N equal to 25. N equal to total frequency, total entries ആണ്. N equal to 25 ആണ്. അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് 8/25, that is 0.32. 8/25 0.32. രണ്ടാമത്തേത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കരുത്. റിലേറ്റീവ് ഫ്രീക്വൻസിക്ക് ഒറിജിനൽ ഫ്രീക്വൻസിയാണ് എടുക്കേണ്ടത്. അടുത്തതും 8/25 0.32 ആണ്. പിന്നെ വരുന്നത് 3/25. 25 ആണ് മാക്സിമം വാല്യൂ. എൻട്രീസ് 25 ആണ്. അപ്പോൾ 3/25 that is 0.12. ഇവിടെയും 3/25 0.12. 3/25 that is 0.12. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയി, റിലേറ്റീവ് ഫ്രീക്വൻസി ആയി. ഇനി നിങ്ങൾക്ക് നോക്കി അറിയാവുന്നതാണ് ലോവർ ബൗണ്ടറി. ഇതിൻ്റെ ലോവർ ബൗണ്ടറി ശരിക്ക് മൈനസിലേക്ക് വരും. ഞാനത് എടുക്കുന്നില്ല, തൽക്കാലം 0 ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ലോവർ ബൗണ്ടറി 0. അപ്പർ ക്ലാസ് ബൗണ്ടറി, ഇതിൻ്റെ അപ്പർ ബൗണ്ടറി എന്താ വരിക? 7 അല്ല 0.5. ഇന്നലത്തെ വീഡിയോ കാണുക, ഒരു 0.5 ആഡ് ചെയ്യണം. 7.5. അപ്പർ ബൗണ്ടറി 7.5 ആണ്. ഇനി ഈ ക്ലാസ്സിൻ്റെ ലോവർ ബൗണ്ടറി എന്താ വരിക? 7.5 ആണ്. അപ്പർ ബൗണ്ടറി വരുന്നത് 15.5 ആണ്. ഓക്കെ, അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും എഴുതുക. ഇതിൻ്റെ ആണെങ്കിൽ ലോവർ ബൗണ്ടറി വരുന്നത് 15.5, അപ്പർ ബൗണ്ടറി വരുന്നത് 23.5 ആണ്. 0.5 കയറ്റി വെക്കുക, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ ഗ്രാഫ് വരാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ വരുന്നത് 23.5 ലോവർ ബൗണ്ടറി, ഇതിൻ്റെ അപ്പർ ബൗണ്ടറി വരുന്നത് 31.5. ഇതിൻ്റെ ലോവർ ബൗണ്ടറി വരുന്നത് 31.5, ഇതിൻ്റെ അപ്പർ ബൗണ്ടറി ആയിരിക്കും ഇതിൻ്റെ ലോവർ ബൗണ്ടറി. ഓക്കെ, ഇതിൻ്റെ ലോവർ ബൗണ്ടറി 31.5, അപ്പർ ബൗണ്ടറി 39.5. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫുകളൊക്കെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് ഫ്രീക്വൻസി ടേബിളിലേക്ക് വന്നു. ഫ്രീക്വൻസി ടേബിളിൽ നിന്ന് മറ്റു കാര്യങ്ങളെല്ലാം, ഇതെല്ലാം ഇപ്പോൾ ഈ ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്നലെ പഠിച്ചിട്ടുള്ള ടേമുകളെല്ലാം ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. നൗ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്, ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാമിൻ്റെ ഡെഫിനേഷൻ നോക്കൂ. ഡാറ്റ വാല്യൂസ്, horizontal scale measures data values, and vertical scale measures the frequencies. അവിടെ എഴുതിയിട്ടുണ്ട് ഹൊറിസോണ്ടൽ സ്കെയിൽ മെഷേഴ്സ് ഡാറ്റ വാല്യൂസ്. അപ്പോൾ എക്സ് ആക്സിസിൽ എന്ത് വേണം? ഡാറ്റ വാല്യൂസ് ആണ് വേണ്ടത്. ഡാറ്റ വാല്യൂസ് സാധാരണ ഇവിടെ ഈ ഡെഫിനേഷൻ നോക്കുക. ആസ് ദ കോൺസിക്യൂട്ടീവ് ബാർസ് മസ്റ്റ് ടച്ച് ഈച്ച് അതർ, ബാർസ് ആർ ഡ്രോൺ സച്ച് ദാറ്റ് ദേ ബിഗിൻ ആൻഡ് എൻഡ് അറ്റ് ദ ക്ലാസ് ബൗണ്ടറീസ്. ബൗണ്ടറികളിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ബാറുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിനാണ് ഞാൻ ബൗണ്ടറി ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ബാർ ഏതിൻ്റെ ഇടയിലായിരിക്കും? ലോവർ ബൗണ്ടറി 0 അപ്പർ ബൗണ്ടറി 7.5 ആണ്. അപ്പോൾ 0 7.5. അടുത്ത ഇതെന്താ വരുന്നത്? ഹൊറിസോണ്ടൽ ആക്സിസിൽ 7.5 15.5 7.5 15.5. പിന്നെ 15.5 23.5 15.5 23.5 23.5 31.5 23.5 and 31.5 31.5 and 39.5 31.5 and 39.5. ഇതാണ് ഹൊറിസോണ്ടൽ സ്കെയിൽ വരുന്നത്. ഹൊറിസോണ്ടൽ സ്കെയിലിൽ എന്താ വരുന്നത്? ഡാറ്റ വാല്യൂസ് ആണ്. ഡാറ്റ വാല്യൂസിലെ ബാറുകൾ എവിടെ വേണം? ബൗണ്ടറി
വാല്യൂസിലെ ലോവർ ബൗണ്ടറി പോയിന്റുകളിൽ വെച്ചിട്ടാണ് ബാറുകൾ കൂട്ടിമുട്ടുക. അതുകൊണ്ടാണ് ഞാനിവിടെ ബൗണ്ടറി പോയിന്റ്സ് പ്ലോട്ട് ചെയ്തത്. ഈ വൈ ആക്സിസിൽ വെർട്ടിക്കൽ ആക്സിസിൽ എന്താ വേണ്ടത്? ഫ്രീക്വൻസീസ് ആണ് വേണ്ടത്. എത്ര എണ്ണമുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസീസ് ആണ്. ഫ്രീക്വൻസി വേരി ചെയ്ത് നോക്കൂ, 8 വരെ വേരി ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വല്ലാതെ വലിയ ഫിഗർ ആവശ്യമില്ല. 1 2 3 4 5 6 7 8 ഫ്രീക്വൻസി മാർക്ക് ചെയ്തു. അപ്പോൾ ഫ്രീക്വൻസി ടേബിളിലേക്ക് വന്നു. ഫ്രീക്വൻസി ടേബിൾ ഉപയോഗിച്ചിട്ട് ഹൊറിസോണ്ടൽ സ്കെയില് ബൗണ്ടറി പോയിന്റുകളിൽ ഹൊറിസോണ്ടൽ സ്കെയിൽ മാർക്ക് ചെയ്തു. ബൗണ്ടറി പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുള്ളതാണ് 0 to 7.5 7.5 to ഇവിടെ പറയുന്നില്ല. ബൗണ്ടറി പോയിന്റുകളിൽ നമ്മൾ ഹൊറിസോണ്ടൽ സ്കെയിലിൽ മാർക്ക് ചെയ്തു. വെർട്ടിക്കൽ സ്കെയിലിൽ എന്ത് മാർക്ക് ചെയ്തു? ഈ ഫ്രീക്വൻസീസ് ആണ്. 1 മുതൽ 8 വരെയുള്ള ഈ കാര്യങ്ങളാണ് ഈ വെർട്ടിക്കൽ സ്കെയിലിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. 0 to 7 അല്ലെങ്കിൽ 0 to 7.5. 0 to 7 ആണ് ഫസ്റ്റ് ക്ലാസ് ആണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ 7.5 വരെയാണ് എടുക്കുക ആദ്യത്തെ ക്ലാസ്. 7.5 മുതൽ അടുത്ത ക്ലാസ്. അപ്പം 0 to 7.5 ഫ്രീക്വൻസി എത്രയാണ്? 8 ആണ്. 0 to 7.5 എത്ര എൻട്രീസ് ആണുള്ളത്? 8 എൻട്രീസ് ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാർ വരുന്നത്. ഫസ്റ്റ് ബാർ എന്ന് പറഞ്ഞാൽ 0 മുതൽ 8 വരെ ഇത്രയും ലെങ്ത്തിൽ ഫസ്റ്റ് ബാർ വരും. നൗ അടുത്ത ക്ലാസ് നോക്കുക. 8 to 15. 8 to 15 എന്നുള്ള ക്ലാസ്സിന് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? 7.5 to 15.5 ആയിട്ട് എടുക്കുക. 7.5 to 15.5. ഈ ഡെഫിനേഷൻ ഓർക്കുക. ഹൊറിസോണ്ടൽ ഈ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം the bars should touch each other and the bars starts at the boundary points. അപ്പോൾ ശരിക്കും 0 to 7 ആണ്. പക്ഷേ നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം 0 to 7.5 അതിൻ്റെ ഫ്രീക്വൻസി ആണ് ഈ കാണുന്നത് 8. അപ്പോൾ അതുവരെ ഒരു ബാർ വന്നു. അടുത്ത് വരുന്നത് എന്താണ്? 8 to 15 ആണ്. പക്ഷെ നമ്മൾ എങ്ങനെ എടുക്കും? 7.5 മുതൽ 15.5 വരെ. 7.5 ഇതിൻ്റെ ബൗണ്ടറി പോയിന്റ് 7.5 മുതൽ 15.5 വരെ. അപ്പോൾ 7.5 to 15.5 അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 8 ആണ്. അപ്പോൾ സെയിം ലെങ്ത്തിലും സെയിം ഷേപ്പിലുള്ള അടുത്ത ബാർ വന്നു. 7.5 to 15.5 is 8. ഇതാണ് സെക്കൻഡ് ബാർ. അടുത്ത് നോക്കുക. അടുത്ത ക്ലാസ് വന്നത് 16 to 23 ആണ്. 16 to 23. 16 to 23 എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? അപ്പം 15.5 to 23.5. 15.5 to 23.5 ഇതാ. 15.5 to 23.5. 15.5 to 23.5 ഫ്രീക്വൻസി എത്രയാണ്? 3 ആണ്. ഇതാ 3നോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ബാർ 15.5 to 23.5 3 വരെ. ഇതാ ഫസ്റ്റ് ഹിയർ 3. അടുത്ത് എന്താ വരുന്നത്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതാണ് കേട്ടോ. 16 to 23 പകരം 15.5 to 23.5. അടുത്ത് വരുന്നത് എന്താണ്? ഈ 24 to 31 ഫ്രീക്വൻസി 3 ആണ്. അപ്പോൾ 23.5 to 31.5. 23.5 to 31.5 അതായത് ഈ ബാറാണ് വരിക. ആൻഡ് ദ എൻട്രീസ് ഫ്രീക്വൻസി ഈസ് 3. അപ്പോൾ ഒരേ തരത്തിലുള്ള അടുത്ത ബാർ വന്നു. ഇത് രണ്ടും സെയിം ആണ്. ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട് ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട് അതും രണ്ടും സെയിം ആണ്. അതാണ് വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലം ആണ്. ഇത് രണ്ടും സെയിം ആണ്. ഒന്നുകൂടെ നോക്കാം നമുക്ക്. 32 to 39 എന്താ വരുന്നത്? 31.5 മുതൽ 39.5 വരെ. 31.5 മുതൽ 39.5 വരെ ഫ്രീക്വൻസി എത്രയാണ്? 3 തന്നെയാണ്. 3 തന്നെ എന്ന് പറയുമ്പോൾ എന്താ? 31.5 മുതൽ 39.5 എന്ന് പറഞ്ഞാൽ ഇത് ഒരേ സൈസിലും ഷേപ്പിലുള്ള 3 എണ്ണം വരും. ഇവിടെ 2 എണ്ണം വരും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ? ഇല്ലെങ്കിൽ ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കുക. ബുദ്ധിമുട്ടൊന്നുമില്ല. തന്നെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്നത് തന്നെയാണ്. കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഇത്രയായപ്പോൾ നമുക്ക് എന്തായി? ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാമായി. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫ്രീക്വൻസി പോളിഗോണും കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ഫ്രീക്വൻസി പോളിഗോൺ? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ ബാർസ്. ഇങ്ങനെ കിട്ടിയ ബാറുകളുടെ മിഡ് പോയിന്റുകൾ യോജിപ്പിക്കുക. സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീക്വൻസി പോളിഗോൺ കിട്ടുമ്പം ഇതാണ് ഒരു മിഡ് പോയിന്റ്, ഇതാണ് അടുത്ത മിഡ് പോയിന്റ്, ഇതടുത്ത മിഡ് പോയിന്റ്, ഇതടുത്ത മിഡ് പോയിന്റ്, ഇതടുത്ത മിഡ് പോയിന്റ്. അപ്പം ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, തൊട്ടിപ്പുറത്തെ ക്ലാസ്സിൻ്റെ മിഡിൽ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പുറത്തെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ 0യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്രോക്സിമേഷനാണ്. 0യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മിഡ് പോയിന്റ്, പിന്നെ ഇങ്ങനെ ഒരു വര വരഞ്ഞു, പിന്നെ ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു വര വരഞ്ഞു, ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു വര വരഞ്ഞു, ഇതിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു വര വരഞ്ഞു. ഇവിടെ നിന്ന് ലാസ്റ്റ് ബാറായിട്ടുണ്ട്. ഇതിൽ നിന്ന് വരേണ്ടത് അടുത്ത ക്ലാസ്സിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള പോയിന്റ് വരെയാണ്. അടുത്ത ക്ലാസ്സിൻ്റെ അത് ഫ്രീക്വൻസി ഒന്നും ഉണ്ടാവില്ല. അടുത്ത ക്ലാസ് വരെ നമ്മൾ എക്സ് ആക്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സ് ആക്സിൽ തന്നെ ഇൻ്റർസെക്റ്റ് ചെയ്യണം, അവസാനിക്കണം ഈ ഫ്രീക്വൻസി പോളിഗോൺ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതുകൊണ്ടാണ്
ഇവിടെ നിന്ന് നേരിട്ട് അടുത്ത ക്ലാസ്സിൻ്റെ പകുതിയിലേക്കാണ് അത് കൊടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൻ്റെ പകുതിയിലേക്ക്. അടുത്ത ക്ലാസ്സിൽ ഫ്രീക്വൻസി ഇല്ലല്ലോ, എൻട്രീസ് ഒന്നുമില്ല. അപ്പം അതിനെ 0 ആയിട്ട് കണക്കാക്കുന്നു. ഇതാ പിന്നെ പോസിറ്റീവുമാണ്. ഞാനിവിടെ നെഗറ്റീവ് ആയതാണ് പ്രത്യേകം എടുക്കാത്തതാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ 39.5 മുതൽ 47.5 വരെയുള്ളതിൻ്റെ മിഡ് വരെ നമ്മളങ്ങ് യോജിപ്പിക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഫ്രീക്വൻസി പോളിഗോൺ. വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ, ആ ബാറുകളിലെ ടോപ്പ് മോസ്റ്റ് മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി പോളിഗോണായി. മിഡ് പോയിന്റുകൾ യോജിപ്പിക്കുമ്പോൾ പ്രത്യേകം ഓർക്കണം, ഇവിടെ 0 ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഇപ്പുറത്ത് നെഗറ്റീവ് വാല്യൂ വരുന്നത് കൊണ്ടാണ്. ഇവിടെ നെഗറ്റീവ് വാല്യൂ ഇല്ലായിരുന്നെങ്കിൽ തൊട്ടിപ്പുറത്തെ ക്ലാസ്സിൻ്റെ മിഡ് പോയിന്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, തൊട്ടിപ്പുറത്തെ തന്നെ. അങ്ങനെ യോജിപ്പിച്ച് വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ പിന്നെ എങ്ങനെ അവസാനിപ്പിക്കണം? എക്സ് ആക്സിസിൽ കൊണ്ടൊന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ അവിടെ ഫ്രീക്വൻസി ഇല്ല, 0 ആണ്. തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ഈ ഇതിലേക്ക് 0 ഇതിൻ്റെ നടുക്കിലേക്ക് യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഫ്രീക്വൻസി പോളിഗോണായി. നൗ ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗോൺ. ഒരൊറ്റ ഡയഗ്രത്തിൽ രണ്ടും കിട്ടും. രണ്ട് ഡിഫറെൻറ്റ് കളറുകളിൽ കൊടുക്കാൻ ഒരു പക്ഷേ പറ്റുവാണെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മനസ്സിലാവും, വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഇനി അടുത്ത് പറയുന്നത് റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം എന്താണെന്നുള്ളതാണ്. റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാമിൻ്റെ ഡെഫിനേഷൻ നോക്കൂ. ഇൻ ദ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം ദ വെർട്ടിക്കൽ സ്കെയിൽ ഈസ് റിപ്ലേസ്ഡ് ബൈ ദ കറസ്പോണ്ടിങ് റിലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിക്ക് പകരം ഇവിടെ എന്ത് വരണം? റിലേറ്റീവ് ഫ്രീക്വൻസി വരണം. റിലേറ്റീവ് ഫ്രീക്വൻസി നോക്കൂ, 0.32, 0.32, 0.12, 0.12, 0.12. അപ്പോൾ റിലേറ്റീവ് ഫ്രീക്വൻസി ഇതിനൊന്നും വ്യത്യാസമില്ല. എക്സ് ആക്സിസിന് വ്യത്യാസമില്ല, ഹൊറിസോണ്ടൽ സ്കെയിലിന് വ്യത്യാസമില്ല. ഇത് മാത്രമേ വ്യത്യാസം വരികയുള്ളൂ. ഒന്നുകൂടെ വേണമെങ്കിൽ റിവൈൻഡ് ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കുക. ഇവിടെ ഫ്രീക്വൻസിയാണ് വരുന്നത്. റിലേറ്റീവ് ഫ്രീക്വൻസി വന്നപ്പം ഈ വൈ ആക്സിസ് എന്നാണ് ഇതിന് പറയുക. ഇത് ഇവിടെ അതായത് ഹൊറിസോണ്ടലുള്ള വെർട്ടിക്കൽ സ്കെയിലാണ്. ഇത് ഹൊറിസോണ്ടൽ സ്കെയിലാണ്. ഹൊറിസോണ്ടൽ സ്കെയിലിന് വ്യത്യാസം വരില്ല. ഇവിടെ വെർട്ടിക്കൽ സ്കെയിലിൽ എന്ത് വരും? നമ്മുടെ റിലേറ്റീവ് ഫ്രീക്വൻസി ഡാറ്റയാണ് വരുന്നത്. 0.1, 0.2, 0.3, 0.4, ഇവിടെ 0.32 വരെയുള്ളൂ. അപ്പോൾ ഞാനത് 0.4 വരെ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഇവിടുത്തെ പോലെ തന്നെ പ്ലോട്ട് ചെയ്യുക. 0 to 7.5, 0 to 7 ആണ്. അതാണ് 0 to 7.5 വരെ എടുത്തത്. 0.32 ആണ് അതിൻ്റെ റിലേറ്റീവ് ഫ്രീക്വൻസി. ഇതാ 0.32 ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരും ആദ്യത്തെ ബാർ. അടുത്ത ക്ലാസ് 7.5 to 15.5 ആണ്. അല്ലെങ്കിൽ 8 to 15 പകരം 7.5 to 15.5 ആണ്. 7.5 to 15.5 അതിൻ്റെ ഫ്രീക്വൻസി റിലേറ്റീവ് ഫ്രീക്വൻസി 0.32 ആണ്. അതും ഇതേപോലെ തന്നെ ഇതേ ഷേപ്പിലും ഇതേ സൈസിലും തൊട്ടപ്പുറത്തൊരു ബാർ വരും. ഇവിടുത്തെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ അതേപോലെ തന്നെയാണ് ഇവിടെ വരിക. ഇവിടുത്തെ എൻട്രീസ് മാത്രമേ മാറിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് റിലേറ്റീവ് ഫ്രീക്വൻസിയുടെ ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഒരേപോലെ തന്നെയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ റിലേറ്റീവ് ഫ്രീക്വൻസി വന്നു. രണ്ടിൻ്റെയും ഷേപ്പും ഒക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ അതേപോലെ മറ്റ് 3 ബാറുകളും കണ്ടുപിടിക്കും. അപ്പോൾ 15.5 മുതൽ 23.5 വരെയുള്ള, അതായത് ഈ 16 to 23 എന്ന് പറയുന്ന ക്ലാസ്സാണ്. 15.5 മുതൽ 23.5 വരെയുള്ള റിലേറ്റീവ് ഫ്രീക്വൻസി 0.12 ആണ്. അതാ 0.12 ഇതാണ് 0.1. 0.12 എന്ന് പറയുമ്പോൾ തൊട്ട് മീതി ആയിരിക്കും കിടക്കുന്നത്. 0.12 ഇത്രയും വരും. അങ്ങനെ ബാക്കിയുള്ള രണ്ടെണ്ണവും കൂടെ. അപ്പോൾ ദിസ് ഈസ് ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം. വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് വരും? റിലേറ്റീവ് ഫ്രീക്വൻസി വരും. ഇതിലാകുമ്പോൾ ഫ്രീക്വൻസി വരും. വേറെ വ്യത്യാസമൊന്നുമില്ല. നൗ ലാസ്റ്റ് കോൺസെപ്റ്റും കൂടെ പറയാം. ഒജൈവ് എന്താണെന്നുള്ളതാണ്. Ogive എന്ന് പറഞ്ഞാൽ എ ലൈൻ ഗ്രാഫ് obtained by marking the upper class boundaries in the horizontal axis and cumulative frequencies in the vertical axis. അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസിൽ അവിടെയും വ്യത്യാസമില്ല. എന്താ മാർക്ക് ചെയ്യുന്നത്? അപ്പർ ക്ലാസ് ബൗണ്ടറീസ് ആണ്. നമ്മളിത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള അതേ സാധനം തന്നെയാണ്. അപ്പർ ക്ലാസ് ബൗണ്ടറീസ് 0, 7.5, 15.5, 23.5, 31.5, 39.5 അപ്പർ ക്ലാസ് ബൗണ്ടറീസ് അല്ലേ. 0 ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, പകരം 7.5 ഉണ്ട്. 0 അത് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ക്ലാസ് ബൗണ്ടറി ആയിട്ട് 0 വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ 0, 7.5, 15.5, 23.5, 31.5, 39.5. ഇനി എങ്ങനെ പ്ലോട്ട് ചെയ്യാം? പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ദ ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ഇൻ ദ വെർട്ടിക്കൽ ആക്സിസ്. അപ്പോൾ 0 to 7.5യുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താണ്? 8 ആണ്. 0 to 7.5യുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 8 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഇതാ 10ൻ്റെ തൊട്ട് താഴെയായിരിക്കും 8 എന്ന് പറയുന്ന ഇതാണ് ഫ്രീക്വൻസി വരുന്നത്. സോ ദിസ് 7.5, 0 to 7.5യുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 8 ആണ്. അടുത്ത ക്ലാസ്സിൻ്റെ 7.5 to 15.5, 7.5 to 15.5 എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 16 ആണ്. 7.5 to 15.5, 15.5യുടെ നേരെ 16, ഇവിടെ 15 ആണ്, ഇവിടെ 16. കറക്റ്റ് അളവ് എടുത്തിട്ടല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബോർഡിൻ്റെ നമുക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഏതാണ്ട് കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 15.5 വരെയുള്ളത് നോക്കുമ്പോൾ എന്താ വരേണ്ടത്? 16 ആണ് വരേണ്ടത്. 16 ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് 16, 15, 16 ഇവിടെ ആയിട്ടായിരിക്കും വരുന്നത്. 16
15 തൊട്ട് മീതെ 16 എന്ന് വരും. അടുത്തത് 23.5 വരുന്ന ഇതിൻ്റെ 23.5യുടെ അപ്പർ ക്ലാസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 19 ആണ്. 23.5 ആൻഡ് 19 20യുടെ തൊട്ട് താഴെ 19 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടായിരിക്കും വരുന്നത്. 19 എന്ന് പറഞ്ഞ് വരും ഇവിടെ, ഓൾമോസ്റ്റ് ഇവിടെ 23.5യുടെ ഈ 20യുടെ താഴെയായിട്ട് തൊട്ട് താഴെ 20യുടെ തൊട്ട് താഴെയായിട്ട് വരുന്നതാണ് ഓൾമോസ്റ്റ് ഹിയർ. 20യുടെ തൊട്ട് താഴെ 19. പിന്നെന്താണ് 22 ആണ്. 22 എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിൻ്റെയാണ്? 31.5 വരെയുള്ള ക്ലാസ്സിൻ്റെയാണ്. അപ്പോൾ 31.5 ഈസ് മാപ്ഡ് വിത്ത് 22. 31.5 എന്ന് പറഞ്ഞാൽ 20യുടെ തൊട്ട് മീതെ. 20യുടെ തൊട്ട് മീതെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഹിയർ 22 ഇവിടെയാണ് വരുന്നത്. 31.5 ആൻഡ് 22. 31.5 ആൻഡ് 22 ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട് വരും. ദിസ് ഇസ് 22 അല്ലെങ്കിൽ ദിസ് ഇസ് ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 22. ഇനി ലാസ്റ്റ് ക്ലാസ്സിന് എടുത്ത് നോക്കുക. ലാസ്റ്റ് 39.5 എന്ന് പറയുന്ന അപ്പർ ക്ലാസ് ബൗണ്ടറിയുടെ ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 25 ആണ്. അപ്പോൾ 39.5 ദാറ്റ് ഈസ് മാപ്ഡ് വിത്ത് 25. ചെറിയ കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഒജേവിൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അത് കറക്റ്റ് അളവെടുത്തിട്ട് ഇവിടെ എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല, റഫായിട്ട് പറഞ്ഞതാണ്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ടെക്സ്റ്റൽ ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നത് അപ്പർ ക്ലാസ് ബൗണ്ടറീസും ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പർ ക്ലാസ് ബൗണ്ടറിയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും തമ്മിൽ മാപ്പ് ചെയ്യുക. ഇവിടെ അപ്പർ ക്ലാസ് ബൗണ്ടറി 7.5 ആണ്. 7.5 ആൻഡ് 8 അതാണ് ഇവിടെ 7.5 ആൻഡ് 8. അടുത്തതിൻ്റെ അപ്പർ ക്ലാസ് ബൗണ്ടറി 15.5, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 16 ആണ്. 15.5 ആൻഡ് 16. 15ൻ്റെ തൊട്ട് മീതെ 16. 15ൻ്റെ തൊട്ട് മീതെ എന്ന് പറയുമ്പോൾ 20 എത്തിയിട്ടില്ല, ഓൾമോസ്റ്റ് ഇവിടെ എക്സാക്റ്റ് അല്ല, 15ൻ്റെ മീതി ആയിരിക്കും. 15.5 എന്ന് പറയുന്നതിൻ്റെ 60 എന്ന് പറയുന്ന ഫ്രീക്വൻസി. അങ്ങനെ എല്ലാം പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായി? ഒജൈവായി. അപ്പോൾ ഇത്രയും ഈ ഒരു എക്സാമ്പിളിൽ തന്നെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മനസ്സിലാക്കാൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഈ ഒരു ഗ്രാഫ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഹെൽപ്ഫുള്ളാണ്. ഈ ഒജൈവിൻ്റെ ഒന്നുകൂടെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ മെഷർ എടുത്തിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. എന്നാലും ഷേപ്പ് ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയായിരിക്കും. എക്സാക്റ്റ് ആയിക്കൊള്ളുന്നില്ല, പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ പ്രിസിഷൻ അനുസരിച്ച് വ്യത്യാസം വരും. ഇതായിരിക്കും ഒജൈവിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് ഡാറ്റ കിടക്കുന്നത്, എവിടേക്കാണ് ഡാറ്റ പോകുന്നത്, അതിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് ഇത് നോക്കിയാൽ ഒരു പക്ഷേ മനസ്സിലാവില്ല. ഈ ഫിഗറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇനി അപ്പോൾ ഇത് ടെക്സ്റ്റിലത്തെ ബാക്കിൽ വർക്ക് ഔട്ട് അല്ലാത്തൊരു പ്രോബ്ലമാണ്. ഇനി ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്, നോട്ടിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ നോട്ടിൽ ടെക്സ്റ്റിൽ ഒരു വർക്ക് ഔട്ട് എക്സാമ്പിൾ ഒരു 4 പേജുകളിലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 4 പേജായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അത് ഒരു അര പേജിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ നോട്ടിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇത്. അവർ ഒരു എക്സാമ്പിളിലൂടെ 4 പേജൊക്കെ ആയിട്ടാണ് അല്ലെങ്കിൽ 3 പേജൊക്കെ ആയിട്ടാണ് അവർ 3-4 പേജുകളായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഫിഗറുകളും അതൊക്കെ ആയിട്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം വളരെ ചുരുക്കത്തിൽ ആ എക്സാമ്പിൾ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ള നോട്ടിലത്തെ എക്സാമ്പിളിൽ നോട്ടിൻ്റെ ലിങ്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ കാണാം. എല്ലാം ഇതുപോലെ തന്നെയാണ്. ഇതും ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റിൽ രീതിയിൽ പറയുകയാണെങ്കിൽ 4-5 പേജൊക്കെ ഉണ്ടാവും. ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നോക്കുക, നോട്ട് ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിച്ചോളൂ. സോ അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.